എന്തിനാടി ഇങ്ങനെ ഓടിച്ചു പോന്നേ? ഇവളെ ഇനി എപ്പ ഇഴിച്ചു കൊല്ലാനാ? ആറ്റോ ശരി തിരിച്ചെത്തിയിട്ടോ? ഞാൻ എന്ത് ചെയ്യാനാ മുത്തശ്ശി? ആളൊഴിഞ്ഞൊരിടം കിട്ടണ്ടേ? അല്ലെങ്കിൽ നമുക്ക് തന്നെയല്ലേ ബുദ്ധിമുട്ട്. മുത്തശ്ശി, ഇവിടെ ആരുമില്ലെന്ന് തോന്നുന്നു. ഇതാരാ ഈ അമ്പലം കൊണ്ട് വഴി വെച്ചത്? ഇനി ആ നിൽക്കും അവള്. വിടരുതടി മോളെ, അവിടുന്ന് ഇറങ്ങുമ്പോ തീർത്തോണം. വിട്ടോ വിട്ടോ. അങ്ങോട്ടാ? നീ ഇതെവിടെ പോവാ? അവൾ അങ്ങോട്ടാ പോയേ. മുത്തശ്ശി, ഇതുവഴി ഒന്ന് വളഞ്ഞു പിടിച്ചാലേ അവളുടെ മുമ്പിലെത്താം. ഇപ്പൊ കാണിച്ചു തരാം. മുത്തശ്ശി, കൈ വേദനിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല. എടി മോളെ, ദാ നമ്മുടെ ഷൂട്ടിംഗുകാരെ ആരെങ്കിലും വിളിച്ചിട്ട് വണ്ടിയും കൊണ്ടുവരാൻ പറ. എന്റെ പൊന്നുമോളെ, മോള് വെക്കോ. ഇവരഹങ്കാരം കാണിക്കുന്നതിന് മോൾ എന്ത് തെറ്റ് ചെയ്തു? മുത്തശ്ശി, അവരെ ആരെയും വിളിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് കൈ വേദനിച്ചിട്ട് വയ്യ. കൈ വിട്ടുപോകുന്ന പോലെ തോന്നുക. എടോ, ഇവിടെ എവിടെയെങ്കിലും ഒരു വണ്ടി കിട്ടുമോ എന്റെ മോളെ ആശുപത്രി കൊണ്ടുപോകാൻ? അതെ, ഇവിടെ വണ്ടിക്ക് സ്റ്റാൻഡ് ഒന്നുമില്ല. ഏതെങ്കിലും വണ്ടി ഇതുവഴി പോയാ പിടിച്ചു നിർത്താമെന്നുള്ളതല്ല, അത് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. എപ്പോഴെങ്കിലും ഒരു വണ്ടി വരുമ്പോ കൊണ്ടുപോയാൽ മതിയെന്നേ. അഹങ്കാരം കാണിച്ചതല്ലേ, കുറച്ചൊന്ന് അനുഭവിക്കട്ടെ. ചേട്ടാ, അടുത്തുള്ള വീട്ടിലെവിടെയെല്ലാം വണ്ടി ഉണ്ടാവോ? എന്റെ പൊന്നുമോളെ, ഇല്ലാന്ന് പറഞ്ഞില്ലേ? അതുമല്ല, ഇവരുടെ കാര്യത്തിൽ മോളെന്തിനു താല്പര്യം കാണിക്കുന്നു? അവരെങ്ങനെയെന്ന് വെച്ചാ പോകട്ടെ. അങ്ങനല്ലല്ലോ ചേട്ടാ. അതെ, സ്കൂട്ടറിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാം. അതൊന്നും വേണ്ട. നിന്റെ വണ്ടിയിലെ എന്റെ മോളെന്തിനാ കയറുന്നേ? അവളുടെ സ്റ്റാറ്റസ് അതാണോ? എന്നാ പിന്നെ സ്റ്റാറ്റസ് ഉള്ള വണ്ടി കയറിയാ മതി. മുത്തശ്ശി, ഒന്നും മിണ്ടാതിരുന്ന്. എന്റെ വേദന എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ കൂടെ വരാം. വഴിയിൽ വെച്ച് എന്തേലും വേഷം കെട്ട് കാണിച്ച ഞാൻ വഴിയിൽ ഇറക്കി വിടും. പിന്നെ ഈ കൈ കൂടി ചവിട്ടി ഓടിക്കും. നിനക്ക് നന്നായിട്ട് അറിയാവുന്നോണ്ടാ പറയുന്നേ. ഞാനൊരു കുഴപ്പം ഉണ്ടാക്കില്ല. ശരി. ഞാനിപ്പോ ഈ റൂമിലിരുന്നിട്ട് ചന്ദ്രശേഖരൻ വെള്ളം എടുക്കാൻ ഇവിടുത്തെ അടുക്കളയിലേക്ക് ചെന്നാലേ അവരെന്തായിരിക്കും സംസാരിക്കുക? ചന്ദ്രശേഖരൻ എന്റെ അടിമയെ പോലെയാണെന്നും എനിക്ക് വേണ്ടി ഏത് ലെവല് വരെ താഴൂന്നുമല്ലേ?
പക്ഷെ മറിച്ചാണെങ്കിലോ ചന്ദ്രശേഖരന് വെള്ളം എടുക്കാൻ ഞാൻ അടുക്കളയിലേക്ക് പോയാലോ അവരെന്തായിരിക്കും പറയാ? സാറയെ പോലെ ഒരുത്തിയെ അനുസരിപ്പിക്കാൻ ചന്ദ്രശേഖരന് സാധിക്കുന്നുണ്ടെന്ന്. ഏതിലാ ചന്ദ്രശേഖരന്റെ വില? ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അങ്ങനൊരു വില കിട്ടാനല്ലേ ഞാൻ നോക്കൂ. സമ്മതിച്ചു. എത്രയോ വർഷം എന്റെ കൂടെ ഒരുത്തി ജീവിച്ചിട്ടുണ്ട്. ഇതുവരെയും ഇത്രയും പ്രാക്ടിക്കലായ ഒരു ആൻസർ അതിന്റെ ഭാഗത്ത് ഞാൻ കേട്ടിട്ടില്ല. താങ്ക് യു സാറ. താങ്ക് യു വെരി മച്ച്. ചന്ദ്രു അവിടെ ഇരിക്കേ, ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. ഇരിക്കേ.